പ്രായമായ പിതാവിനെ മക്കൾ സംരക്ഷിക്കണോ? ഈ ചോദ്യമാണ് അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചത്. വിഷയം കോയമ്പത്തൂർ കുടുംബ കോടതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. 62 വയസ്സുകാരനായ പിതാവ് മക്കളിൽ നിന്നും ചെലവ് കിട്ടുന്നതിനു വേണ്ടി കുടുംബ കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ പെറ്റീഷനിൽ അദ്ദേഹം പറഞ്ഞത്, തൻ്റെ നല്ല കാലത്ത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, മക്കളെ പഠിപ്പിച്ചു, അവരിപ്പോൾ പ്രായപൂർത്തിയായി, മകൾക്ക് ജോലിയുണ്ട്, രണ്ടുപേരും അവിവാഹിതരാണ്, അവരിൽ നിന്നും തനിക്ക് ചെലവ് കിട്ടണം, തനിക്ക് സ്വന്തം നിലയിൽ ഇപ്പോൾ ചെലവ് നടത്താനൊന്നും കഴിയുന്ന വരുമാനമില്ല, കുട്ടികളുടെ സംരക്ഷണവും കുട്ടികളുടെ സാമ്പത്തിക സംരക്ഷണം ഉൾപ്പെടെ തനിക്ക് വേണം എന്ന് കാണിച്ചാണ് കുടുംബ കോടതിയിൽ പോയത്. പക്ഷേ കോയമ്പത്തൂർ കുടുംബ കോടതിയാണ്. കോയമ്പത്തൂർ കുടുംബ കോടതി അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ നിരസിച്ചു. കുടുംബ കോടതി പറഞ്ഞത്, ഇദ്ദേഹത്തിനെ മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന് ഉള്ള തെളിവ് ഹാജരാക്കാൻ പിതാവിന് കഴിഞ്ഞില്ല, അതുകൊണ്ട് തള്ളി. പിതാവ് നേരെ ഹൈക്കോടതിയെ സമീപിച്ചു. ചെന്നൈ ഹൈക്കോടതിയെ അദ്ദേഹം സമീപിച്ചിട്ട് അദ്ദേഹം വീണ്ടും ഈ വിഷയങ്ങളെല്ലാം ആവർത്തിച്ചു. പ്രായപൂർത്തിയായി, മകൾക്ക് ജോലിയുണ്ട്, ഇവർ രണ്ടുപേരും അവിവാഹിതരാണ്, തനിക്ക് ജീവിക്കാൻ മാർഗമില്ല, തൻ്റെ നല്ല കാലത്ത് വിദ്യാഭ്യാസം കൊടുത്തു വളർത്തി, ഇവരെ ഇപ്പോൾ സംരക്ഷിക്കുന്നില്ല എന്ന് ഹൈക്കോടതി മുമ്പാകെ പെറ്റീഷൻ ആവർത്തിച്ചു. അപ്പീൽ ഹൈക്കോടതി 5000 രൂപ പ്രതിമാസം ഈ 2 മക്കളും കൂടി അച്ഛന് കൊടുക്കണമെന്ന് വിധിച്ചു. ഈ 2 മക്കളും വിട്ടില്ല. 5000 രൂപ കൊടുക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല. ഹൈസ്കൂൾ വരെ മാത്രമേ അച്ഛൻ പഠിപ്പിച്ചുള്ളൂ. തുടർന്നുള്ള വിദ്യാഭ്യാസം ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ നിർവഹിച്ചത്. അച്ഛൻ പിന്നീട് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞങ്ങളെ ഉപേക്ഷിച്ചതുപോലെയാണ് അച്ഛൻ പിന്നെ ജീവിച്ചത്. അതുകൊണ്ട് അച്ഛന് ഈ തുക കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞാണ് ഇവർ അതിനെ നിരസിച്ചത്. സുപ്രീം കോടതിയിലേക്ക് അവർ പെറ്റീഷൻ ഫയൽ ചെയ്തത്. മക്കൾ ഹൈക്കോടതി വിധിക്കെതിരെ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവരുടെ പെറ്റീഷൻ പരിശോധിക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് രമണ ഉൾപ്പെടെയുള്ള ബെഞ്ച് ഒരു പിതാവിന് മക്കൾ ചെലവിന് കൊടുക്കണമെങ്കിൽ അത് ഏതൊക്കെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പരിശോധിക്കുന്നതിന് ഒരു പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അതായത് പ്രായമായ മക്കൾ ഈ പ്രായമായ പിതാവിന് ചെലവിന് കൊടുക്കണമോ? ഈ ചോദ്യത്തിന് ഇനി വ്യക്തമായ ഉത്തരം വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നമുക്ക് ലഭിക്കും. കോടതി അത് സംബന്ധിച്ചാണ് കൂടുതൽ വിശദമായ പഠനത്തിന് ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. പിതാവിന് ചെലവിന് കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞെങ്കിലും മക്കൾ തയ്യാറല്ല. കുടുംബ കോടതി കൊടുക്കേണ്ടതില്ല, അതിന് പിതാവിന് അവകാശമില്ല എന്ന് പറഞ്ഞു. അവകാശമുണ്ട്, പക്ഷേ ഇവർ ചെലവിന് കൊടുക്കുന്നില്ല എന്നത് തെളിയിക്കാൻ പിതാവിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് കുടുംബ കോടതി ഈ കേസ് ആദ്യം നിരസിച്ചത്. ഹൈക്കോടതി 5000 കൊടുക്കാൻ തീരുമാനിച്ചു. മക്കൾ 5000 രൂപ ചെലവിന് കൊടുക്കണം. മക്കൾ രണ്ടുപേരും കൂടെ ചേർന്ന് സുപ്രീം കോടതിയിൽ പോയി. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെ ഏർപ്പാട് ചെയ്തു, നല്ല ഒരു അഭിഭാഷകനെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഇവർ പോയത്. 5000 രൂപ പ്രതിമാസം പിതാവിന് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയാണ് ഇപ്പോൾ ജസ്റ്റിസ് രമണ ഉൾപ്പെടെ ഉള്ളവർ ഇക്കാര്യം പരിശോധിച്ചു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു ബെഞ്ച് ഇപ്പോൾ ഇക്കാര്യത്തിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ എപ്പിസോഡ് കേൾക്കുന്ന പിതാക്കന്മാരെല്ലാം കൂടെ ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ആ സുപ്രീം കോടതിയുടെ നിഗമനം, ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പിതാവിന് ചെലവിന് കൊടുക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ചൊരു തീരുമാനം വരും. അത് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ചാനലിൽ എപ്പിസോഡായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനപ്പെട്ട കോടതി വിധികളൊക്കെ ഇതിനുള്ളിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. എല്ലാവർക്കും നന്ദി.